ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സംതൃപ്തിയും ഒക്കെ. നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നത് പോലും മനസ്സിനൊരു സന്തോഷം കിട്ടാനാണ്. നമുക്കൊരു കഥയിലോട്ട് പോകാം. ഒരു വിശാലമായ ഒരു രാജ്യം, അവിടെ ഒരു രാജാവ്, ഐശ്വര്യസമൃദ്ധമായ രാജ്യം, അതിലെ പ്രജകൾ എല്ലാമുണ്ട്. വിശാലമായ നല്ല പൂന്തോട്ടങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ട കൊട്ടാരം, അതുപോലെ നല്ല ഭക്ഷണം എല്ലാം ഒരുക്കി കിട്ടിയിട്ടും രാജാവിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു കുറവ് മനസ്സിൽ അനുഭവപ്പെടാൻ, ഒരു പൂർണ്ണമായ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല. എന്തോ ഒരു സന്തോഷക്കുറവ് പോലെ തന്നെ രാജാവിന് ഫീൽ ചെയ്യാണ്. ഇത് നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ രാജാവ് ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന നിലയ്ക്ക് തൻ്റെ രാജഗുരുവിനെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജഗുരുവിനെ കണ്ടു. രാജാവ് തൻ്റെ ആവലാതി ബോധിപ്പിച്ചു. രാജഗുരു അതിനെന്ത് വേണം എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഗുരു, അങ്ങൊന്ന് പ്രാർത്ഥിച്ചു തരുമോ എനിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഗുരു രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, രാജാവിൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ സന്തോഷം നൽകണേ. ദൈവമേ, രാജകൊട്ടാരത്തിലുള്ളവർക്കൊക്കെ സന്തോഷം നൽകണേ. ദൈവമേ, രാജാവിൻ്റെ സൈന്യത്തിലുള്ളവർക്കൊക്കെ സന്തോഷം നൽകണേ. ദൈവമേ, ഈ രാജ്യത്തെ എല്ലാ പ്രജകൾക്കും സന്തോഷം നൽകണേ. ഇങ്ങനെ രാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ രാജാവ് അക്ഷമയോടെ കാത്തുനിന്നു. തനിക്ക് വേണ്ടി ഗുരു പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഗുരു പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടും രാജാവിന് വേണ്ടി മാത്രം ഗുരു പ്രാർത്ഥിച്ചില്ല. ഇത് രാജാവിനൊരു ചെറിയൊരു നീരസം ഉണ്ടാക്കി. അത് കാണിക്കാതെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങ് ഞാൻ പറഞ്ഞതനുസരിച്ചാണല്ലോ പ്രാർത്ഥിച്ചത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങ് എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല? അപ്പം ഗുരു പറഞ്ഞു, രാജാവേ, അങ്ങ് എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞ് രാജാവിനെയും കുട്ടി ഗുരു നേരെ പൂന്തോട്ടത്തിലേക്ക് പോയി. പൂന്തോട്ടത്തിൽ ഒരു ചെടിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, ആ ചെടിക്ക് വെള്ളം ഒഴിക്കൂ എന്ന്. രാജാവ് ഉടൻ ഭൃത്യനെ വിളിച്ചു, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഭൃത്യൻ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കോരി എടുത്തിട്ട് രാജാവ് ആ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. നേരെ ഒഴിക്കുന്നത് ആ ചട്ടിയിലേക്കാണ്. ഇത് കണ്ട് ഗുരു ചോദിച്ചു, എന്താ രാജാവേ, ഞാൻ ചെടിയിലേക്കല്ലേ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, അങ്ങെന്താ ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത്? രാജാവ് നിസ്സംശയം പറഞ്ഞു, ചട്ടിയിൽ വെള്ളം ഒഴിച്ചാലല്ലേ ചെടിക്ക് എല്ലാ ഭാഗത്തും വെള്ളം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചെടിയിൽ ആ വേരിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് എന്നാവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. രാജാവിൻ്റെ ചുറ്റുമുള്ള എല്ലാവരും സന്തോഷത്തിലും സംതൃപ്തിയിലുമായാൽ തീർച്ചയായും രാജാവിന് സന്തോഷമാവും. രാജാവിന് അങ്ങനെ സന്തോഷം ലഭിക്കുകയുള്ളൂ. രാജാവെ, നിങ്ങൾ അങ്ങ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൂ, തീർച്ചയായും അങ്ങ് സന്തോഷവാനാകും. നാം തിരിച്ചറിയേണ്ട വലിയൊരു പാഠമാണ് ഈ കൊച്ചു കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഭൃത്യന്മാർ, നമ്മുടെ തൊഴിലാളികൾ, നമ്മുടെ ആശ്രിതർ, നമ്മുടെ കൂട്ടുകാർ ആരൊക്കെ ഉണ്ടോ, നമ്മോട് സഹവസിക്കുന്ന ആരൊക്കെ ഉണ്ടോ, അവർ ഹാപ്പി ആണെങ്കിൽ നാമും ഹാപ്പി ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.